പ്രിയ വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സെക്കൻഡ് ഇയറിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പേര് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നാണല്ലോ. പബ്ലിക് എക്സാമിന് അക്കൗണ്ടൻസി പോർഷനിൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യനും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പോർഷനിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 40 മാർക്കിന്റെ പ്രാക്ടിക്കൽ ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ടോട്ടൽ പ്രാക്ടിക്കൽ 40, അതേപോലെ തിയറി 20, അങ്ങനെ 60 മാർക്ക് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പോർഷനിൽ നിന്ന് സ്കോർ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 6 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അതിൽ 2 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻ വരും. അതേപോലെ സ്പ്രെഡ്ഷീറ്റ്. നിങ്ങൾക്കറിയാം, സ്പ്രെഡ്ഷീറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ പഠിക്കുന്നത് ലിബർ ഓഫീസ് കാൽക്ക് എന്ന സ്പ്രെഡ്ഷീറ്റ് ആണ്. അതേപോലെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, MS ഓഫീസിലെ MS എക്സൽ. എക്സലിലെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ലിബർ ഓഫീസ് കാൽക്കിലും ഉള്ളത്. അടുത്തത് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ബിസിനസ്സിൽ പല കാര്യങ്ങളും ഈ സ്പ്രെഡ്ഷീറ്റിലെ പല ആപ്ലിക്കേഷനും പല ഫങ്ഷൻസും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുകൊണ്ട് അത് പരിചയപ്പെടുത്തുന്ന ഒരു പോർഷനാണ് മൂന്നാമത്തെ യൂണിറ്റ്. നാലാമത്തത് ഗ്രാഫ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് ഡേറ്റ. ബിസിനസ്സിലെ അക്കൗണ്ടൻസിയിൽ തന്നെ അക്കൗണ്ടിങ്ങിൽ ഈ റിസൾട്ട് എടുക്കുന്നതിനോടൊപ്പം റിസൾട്ട് പ്രസന്റ് ചെയ്യുകയും വേണം. അത് പ്രസന്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം ഗ്രാഫോ ചാർട്ടൊക്കെ ഉപയോഗിച്ച് ഒരു റിസൾട്ട് പ്രസന്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അത് പരിചയപ്പെടുത്തുന്ന ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ. അടുത്തതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ്, GNU ഖാത്ത. GNU ഖാത്ത, നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്, ഭാവിയിൽ അക്കൗണ്ടന്റോ അതേപോലെ ആ ഫീൽഡിലേക്കൊക്കെ മാനേജറോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ പറ്റി വളരെ നല്ലൊരു അറിവുണ്ടാകേണ്ടത് ആവശ്യകതയാണ്. അത് ഫേമസ് ആയിട്ടുള്ള പല സോഫ്റ്റ്വെയർസും നമുക്കറിയാം. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ടാലി. അതായത് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിയമനം കിട്ടുമ്പോൾ അതിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് പരിചയം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഏതെങ്കിലും അറിയാവോ, ടാലി അറിയാവോ. അതേപോലെ ടാലി പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് GNU ഖാത്ത. അന്നേരം ഇതെല്ലാം എല്ലാത്തിന്റെയും ബേസ് ഒന്ന് തന്നെ. അന്നേരം നമ്മൾ GNU ഖാത്ത പഠിച്ചു കഴിഞ്ഞാലും ടാലി പോലെയുള്ള മറ്റ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അന്നേരം അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് 5ാമത്തെ ചാപ്റ്ററിൽ. അടുത്തത് ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നമ്മൾ പഠിക്കുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലിബർ ഓഫീസ് ബേസ് ആണ്. MS ഓഫീസിലുണ്ട് MS ആക്സസ് എന്ന് പറയുന്നത്. അന്നേരം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതും നമ്മൾ പരിചയപ്പെടുന്നുണ്ട് 6ാമത്തെ ചാപ്റ്ററിൽ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അതിലെ എല്ലാ യൂണിറ്റ്സും നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ തന്നെ പ്രയോജനം കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ റെക്കോർഡ് വർക്ക് ഉണ്ട്, അതിന് 4 മാർക്ക്, വൈവ അതിന് 4 മാർക്ക്. അങ്ങനെ പ്രാക്ടിക്കൽ സെക്ഷനിൽ 40ഉം തിയറി സെക്ഷനിൽ 20ഉം, അങ്ങനെ ടോട്ടൽ 60 മാർക്ക് വരെ നമുക്ക് ഈ വർഷം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് സ്കോർ ചെയ്യാം. നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാമല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ, ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. Computerized accounting is the process of recording business transactions and generating financial statements and reports with the help of computers and various accounting softwares. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? It is the process of recording business transactions and generating
financial statements and reports with the help of computers and various accounting softwares. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടിങ് പഠിച്ചിരുന്നു. അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് business transactions and events which are in part at least of a financial character and interpreting the results thereof. അതല്ലേ അക്കൗണ്ടിങ്? അതെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതും അതൊക്കെ ചെയ്തതും അതൊക്കെ തന്നെയാണ്. നിങ്ങൾ റെക്കോർഡിങ് ചെയ്തു. ആദ്യമേ എവിടെയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തത്? ജേണലിൽ. ആ റെക്കോർഡ് ചെയ്ത പ്രോസസ്സിന് പറയുന്ന പേര് എന്തായിരുന്നു? ജേണലൈസിങ്. അത് കഴിഞ്ഞ് ജേണലിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് അത് പോസ്റ്റിംഗ് എന്ന് പറയും അല്ലേ? ലെഡ്ജറിലേക്ക് ഓരോ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ്. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ട്സ് ഈസ് എ ഫോർമൽ പ്ലേസ് വേർ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ റെക്കോർഡഡ്. ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് അക്കൗണ്ട്സ്. അന്നേരം ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നിങ്ങൾ ക്യാഷ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി, സാലറി ആയിട്ട് ബന്ധപ്പെട്ടത് സാലറി അക്കൗണ്ടിൽ രേഖപ്പെടുത്തി, ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടത് ഫർണിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി. അങ്ങനെ ജേണലിൽ നിന്ന് നിങ്ങൾ ലെഡ്ജറിലേക്ക് എടുത്തെഴുതി. അതിനാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ട്രയൽ ബാലൻസ് വരച്ചു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു അല്ലേ? ട്രയൽ ബാലൻസ് പർട്ടിക്കുലേഴ്സ് കോളമുണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്. ഡെബിറ്റ് ബാലൻസ് ഉള്ളതെല്ലാം ഡെബിറ്റ് കോളത്തിൽ എഴുതി, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതെല്ലാം ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് ട്രയൽ ബാലൻസ് വരയ്ക്കുന്ന വഴി ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെന്റും കൂടെ പരിഗണിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, ഗ്രോസ് പ്രോഫിറ്റ് എടുത്തു. ബാക്കി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം നമ്മൾ ബാലൻസുകൾ ഉള്ളതെല്ലാം, കാരണം നോമിനൽ അക്കൗണ്ട് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി തീർന്നു പോയി. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളതെല്ലാം ബാലൻസ് ഷീറ്റിലെടുത്ത്, അതുകൊണ്ടാണല്ലോ ബാലൻസ് ഷീറ്റ് എന്നുള്ള പേര് തന്നെ വന്നത്. വേറെ ബാലൻസ് ഷീറ്റ്, പേഴ്സണൽ അക്കൗണ്ടിനും റിയൽ അക്കൗണ്ടിനും ബാലൻസ് ഉണ്ട്, അവ ബാലൻസ് ഷീറ്റിലെടുത്ത് എഴുതി. അങ്ങനെ നിങ്ങൾ ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിച്ചു കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. ഈ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്താൽ അതിനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയും. നമ്മളുടെ മാർക്കറ്റിൽ വിവിധ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർക്ക് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നമ്പർ 1 ജിന്നു കാത്ത, നമ്മൾ പഠിക്കുന്നത് GNU കാത്ത അല്ലെ ജിനു കാത്ത. നമ്പർ 2 ടാലി, ഡാക്കിസി, പീച്ച് ട്രീ, ക്വിക്ക് ബുക്സ്, മൈ ബുക്സ്, പ്രോഫിറ്റ് ബുക്സ്, വ്യാപാർ, സെറോ അക്കൗണ്ടിംഗ്, ഫ്രഷ് ബുക്സ്. ഇവയൊക്കെയാണ് നമ്മളുടെ മാർക്കറ്റിൽ ലഭ്യമായ വിവിധ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്: നമ്പർ 1 സിംപ്ലിസിറ്റി, നമ്പർ 2 കോംപ്രഹെൻസീവ് ഇൻ നേച്ചർ, നമ്പർ 3 accuracy, number 4 speed, number 5 no difficulty in alterations, number 6 storage and retrieval of data is very easy, number 7 preparation of bank reconciliation statement, number 8 voucher and check printing. First one, simplicity. Computerized accounting system is the best way to record business transactions systematically. നമ്മളുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. ഇതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇതിന്റെ അകത്ത് ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രം ചെയ്താൽ മതി ഒരു അക്കൗണ്ടിന്റെ. ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, the job of an accountant is only to enter accounting transactions through appropriate vouchers. All other functions will do by the computer itself. Number 2, comprehensive in nature. സമ്പൂർണ്ണമാണ്. Most of the accounting packages are complete and comprehensive. They can handle various types of vouchers, day books, different registers, final accounts, etc. അതായത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു സോഫ്റ്റ്വെയർ, ഒരു പാക്കേജ്, അത് കോംപ്രഹെൻസീവ് ആയിരിക്കും സാധാരണഗതിയിൽ. അതായത് പൂർണ്ണമായിരിക്കും. ഏത് കാര്യത്തെ പറ്റിയും ഏത് കാര്യവും അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ മൊബൈൽ ഫോൺ അതൊരു കോംപ്രഹെൻസീവ് ആണെന്ന് വേണം നമുക്ക് പറയാം. കാരണം എന്താ, മൊബൈൽ ഫോൺ കയ്യിലുണ്ടായാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ശരിയല്ലേ? കോൾ ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും, ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അലാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, കാൽക്കുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും,
നമുക്ക് ഒരു ബാങ്കായിട്ട് വർക്ക് ചെയ്യും. മീൻസ് ഗൂഗിൾ പേ അതുപോലെയുള്ള ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് ഒക്കെ വഴി നമുക്ക് ഇടപാടുകൾ നടത്താൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും എന്ന് വേണ്ട എല്ലാം ഒരു മൊബൈൽ ഫോണിലുണ്ട്. അത് കോംപ്രഹെൻസീവ് ആണെന്ന് പറയും. അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റവും കോംപ്രഹെൻസീവ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വിവിധ തരം അക്കൗണ്ടുകൾ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ലെഡ്ജർ എടുക്കാൻ പറ്റും, ട്രയൽ ബാലൻസ് എടുക്കാൻ പറ്റും, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റും എന്ന് വേണ്ട ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എത്ര വർഷം മുമ്പത്തെ കണക്ക് എടുക്കാൻ പറ്റും, എത്ര ഡേറ്റ വേണേലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കോംപ്രഹെൻസീവ് ആണ്. നമ്പർ 3, accuracy. The reports that are generated by computerized accounting system are free from mistakes. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടെന്നൊക്കെ കേൾക്കാറുണ്ട്, കമ്പ്യൂട്ടറിലെ ഡേറ്റ പോയെന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും കമ്പ്യൂട്ടർ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരുത്തിയതായിട്ട് ഇവരെ കേട്ടിട്ടില്ല. The reports that are generated by computerized accounting system are free from mistake. This is because computers can carry out even complex calculations at a high rate of accuracy. എത്ര ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ ഒരു സെക്കൻഡ് കൊണ്ട് കമ്പ്യൂട്ടറിന് ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, സ്പീഡ്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പ്രോസസ് ഡാറ്റ മില്യൺസ് ഓഫ് ടൈംസ് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യർ എന്നതിനേക്കാൾ പല മടങ്ങ് സ്പീഡിൽ കമ്പ്യൂട്ടറിന് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, നോ ഡിഫിക്കൽറ്റി ഇൻ ഓൾട്രേഷൻസ്. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഫൈനൽ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നില്ല. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മൾ ജേണൽ എൻട്രി നടത്തിയപ്പോൾ ഒരു എമൗണ്ട് 50,000 വരെ 5,000 എഴുതിയത്. എവിടെയൊക്കെ മാറ്റം വരുത്തണം? ജേണലിൽ മാറ്റം വരുത്തണം, ലെഡ്ജറിൽ മാറ്റം വരുത്തണം, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മാറ്റം വരുത്തണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ്, എല്ലായിടത്തും മാറ്റം വരുത്തണം. ഇത് നിസ്സാര കാര്യമല്ല. ഇത് തന്നെയുള്ള ഒരു പരിഹാരമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഡേറ്റിലെ വൗച്ചർ എൻട്രി എടുക്കുക, ഒന്ന് എഡിറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്ത 50,000 എന്നുള്ളടത്ത് 5,000 എന്നുള്ളടത്ത് 50,000 ജസ്റ്റ് മാറ്റി ടൈപ്പ് ചെയ്യുക. അതേ സെക്കൻഡിൽ തന്നെ എല്ലായിടത്തും അത് അപ്ഡേറ്റ് ആയിക്കോളും. ജേണലില്, ലെഡ്ജറില്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അക്കൗണ്ട് ബാലൻസ്, എല്ലായിടത്തും ഒരേ സെക്കൻഡിൽ തന്നെ ഓൾട്രേഷൻ വളരെ ഈസിയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ദിസ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ചേഞ്ച് റിസൾട്ട്സ് ഇൻസ്റ്റന്റ്ലി. Alterations and additions in transactions can be effected easily in computerized accounting. Computerized accounting le alterations വളരെ ഈസിയാണ്. This helps to provide change results instantly. ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ ആ റിസൾട്ട് നമുക്ക് ലഭ്യമായിരിക്കും. അടുത്ത, സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ ഓഫ് ഡാറ്റ ഈസ് വെരി ഈസി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് തിരിച്ചെടുക്കുക. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കുക. ഇതെല്ലാം വളരെ ഈസിയാണ്. Under computerized accounting, a large volume of data can be stored in a very small space. Further, quick retrieval of data from the system is easily possible. ശരിയല്ലേ? ഒരു കമ്പനിയുടെ എത്ര വർഷത്തെ കണക്ക് വേണമെങ്കിലും നമുക്കൊരു ഹാർഡ് ഡിസ്കിലോ അല്ലെ പെൻഡ്രൈവിൽ, പറ്റിയില്ലെങ്കിൽ തന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ തോന്നുന്നു. പകരം ഇതുപോലെ എത്ര വലിയ കമ്പനിയുടെ കണക്കാണേലും നമ്മൾക്ക് ഈ ഡേറ്റ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കാരണം അതേസമയം ഒരു കമ്പനിയുടെ കണക്ക് മാനുവലായിട്ട് രേഖപ്പെടുത്തുന്നെങ്കിലോ അത് എത്രയോ ആയിരക്കണക്കിന് ബുക്കുകളിൽ അത് രേഖപ്പെടുത്തേണ്ടി വരും. പലപ്പോഴും ആ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇടയ്ക്ക് ഒരു ആവശ്യം വന്നാൽ 10 വർഷം മുമ്പത്തെ കണക്കെടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ട്. ഇവ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആക്കിയാൽ ആ കമ്പനിയുടെ കണക്കുകളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്, അത് തിരിച്ചെടുക്കാനും എളുപ്പമായിരുന്നു. Next one, preparation of bank reconciliation statement. Preparation of bank reconciliation statement is possible in computerized accounting. Hence, an organization can reconcile its cash book balance with the bank balance or passbook. Okay, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ കുറെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണും ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ. കാരണം ക്യാഷ് ബുക്ക്,
പാസ്ബുക്ക് എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ടായി, അതെങ്ങനെ നമ്മളുടെ ബുക്കിൽ അഫക്റ്റ് ചെയ്തു, അത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ, പ്ലസ് കോളത്തിൽ എഴുതണോ മൈനസ് കോളത്തിൽ എഴുതണോ, തലപോയിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നു, ജിനുക്കാത്തിൽ പഠിക്കുമ്പോൾ ഇത് ഇത്രേ ഉള്ളൂ എന്ന് തോന്നും. ജസ്റ്റ് ബാങ്കിൽ എന്നാണ് രേഖപ്പെടുത്തിയത് ആ ഡേറ്റ് മാത്രം കൊടുക്കണ്ട, വേറൊരു ആംഗിളിലാണ് ഇതിനെ കാണുക. ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ, വൗച്ചർ ആൻഡ് ചെക്ക് പ്രിന്റിംഗ്. Computerized accounting helps in printing checks, debit note, credit note, invoices, etc. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചെക്ക് പ്രിന്റ് ചെയ്യാനുള്ള, ചെക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ്സിൽ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ചെക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരാം. അന്നേരം ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതിന്റെ കറക്റ്റ് ഡേറ്റ് എമൗണ്ട് ഒക്കെ കൊടുത്ത് ആളുടെ പേരൊക്കെ കൊടുത്ത് ജസ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ചെക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. അവയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന്റെ ബില്ല്, ഇൻവോയ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഇതൊരു ചെക്കിന്റെ ഫോമാണ് കൊടുത്തേക്കുന്നത്, പ്രിന്റ് എടുത്തേക്കുന്ന ഒരു ചെക്കാണ്. ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, എന്നാലും ഇതുപോലെയുള്ള ചെക്ക് പ്രിന്റിങ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് അഡ്വാൻറ്റേജ്. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമ്പർ 1, കോസ്റ്റ്ലി. നമ്പർ 2, ലാക്ക് ഓഫ് റിലയബിലിറ്റി. നമ്പർ 3, ഹ്യൂമൻ എറർ. നമ്പർ 4, ലാക്ക് ഓഫ് നോളജ്. ഫസ്റ്റ് വൺ, കോസ്റ്റ്ലി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എക്സ്പെൻസീവ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു സോഫ്റ്റ്വെയർ മേടിക്കുന്നതിന് ചിലപ്പോൾ 30,000 40,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ മേടിക്കേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് ഒരു 1,00,000 രൂപ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു അക്കൗണ്ടിങ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 1,00,000 രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഇത് കോസ്റ്റ്ലി ആണ്. അതിന് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇതൊക്കെ കോസ്റ്റ്ലി ആണ്. ലാക്ക് ഓഫ് റിലയബിലിറ്റി. കോസ്റ്റിനേക്കാൾ പേടിക്കേണ്ട ഒരു കാര്യം റിലയബിലിറ്റി എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വൈറസസ് ആൻഡ് ഹാക്കേഴ്സ് മേ ഡിസ്ട്രോയ് all data stored in the computer system, so we can't be trusted completely on computerized accounting system. അതാണ് ഒരു പ്രശ്നം. കാരണം ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കിന് ഒരു എറർ സംഭവിക്കാം. അതുപോലെ തന്നെ ഇത് ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ, നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അല്ല വൈറസ് അറ്റാക്ക് ഉണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ അക്കൗണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തെങ്കിൽ പോലും അതിന്റെ ഒരു ഹാർഡ് കോപ്പി അല്ലെങ്കിൽ അത് അതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഹ്യൂമൻ എറർ. സ്പീഡി റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ ഇൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ മേ റിസൾട്ട് സീരിയസ് എറേഴ്സ്. കമ്പ്യൂട്ടറിൽ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ അതിശയിച്ച് പോകാറുണ്ട്. പലരും ഡാറ്റ എൻട്രി ചെയ്യുന്ന വളരെ സ്പീഡിലാണ് എൻട്രി ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ ഒരു മിസ്റ്റേക്ക്, മനുഷ്യരാണ് ഇത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഒന്നും അല്ല നേരിട്ട് ചെയ്യുന്നത്, മനുഷ്യരാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും മിസ്റ്റേക്ക് വരാം. തെറ്റുകൾ വന്നാൽ അത് വലിയ പ്രശ്നമാണത്. അന്നേരം മാനുഷികമായിട്ടുള്ള തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. അടുത്ത, ലാക്ക് ഓഫ് നോളജ്. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ഈസ് വൺ ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. പ്രോപ്പർ ട്രെയിനിങ് ടു സ്റ്റാഫ് ഈസ് കമ്പൽസറി. ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ. പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് സ്റ്റാഫിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുക്കാതെ സാധിക്കില്ല, അത് കമ്പൽസറി ആണ്. ട്രെയിനിങ് ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെ ചിലവേറിയതാണ്. ഇത്രയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, ഒന്ന്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് അല്ലെ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഒന്ന്, സിംപ്ലിസിറ്റി. 2, കോംപ്രഹെൻസീവ് ഇൻ നേച്ചർ. 3, ആക്യുറസി. 4, സ്പീഡ്. 5, നോ ഡിഫിക്കൽറ്റി ഇൻ ഓൾട്ടറേഷൻസ്. 6, സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ ഓഫ് ഡാറ്റ ഈസ് വെരി ഈസി. 7, പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. 8,
വൗച്ചർ ആൻഡ് ചെക്ക് പ്രിന്റിംഗ്. അതുപോലെ നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പഠിച്ചു. 1 കോസ്റ്റ്ലി, നമ്പർ 2 ലാക്ക് ഓഫ് റിലയബിലിറ്റി, നമ്പർ 3 ഹ്യൂമൻ എറർ, നമ്പർ 4 ലാക്ക് ഓഫ് നോളജ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ പഠിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.